ഒരാളെ കാര്യവും ഇപ്പോൾ പ്രത്യേകം എടുത്ത് പറയാൻ കഴിയില്ല. അത് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഞാൻ നിങ്ങളിന്നില്ല എന്നാ ഞാൻ വിചാരിച്ചത്. നേരത്തെ ഇവിടെ കണ്ടിട്ടില്ല. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഒരു കാലതാമസവും വരാതെ ഞങ്ങളെ പണിയൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. പറയൽ ഇടതുപക്ഷ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആകാം എന്നുള്ളത്. ആരും എന്നോട് ചോദിച്ചില്ലേ ഷീറ്റ് പട്ടിയൊക്കെ ആയിട്ടാ വന്നതെന്നുള്ളത്. ആ പട്ടിയൊക്കെ എൻ്റെ കയ്യിൽ റെഡി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പറച്ചിൽ നമുക്ക് എലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം പറയാം. ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായിട്ടില്ല. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങളോട് പറയും. വലിയ തർക്കവും പ്രശ്നങ്ങളൊന്നുമില്ല. ആരും ഒരാൾ ഞാൻ പറഞ്ഞതിൽ ആ ഉത്തരവുണ്ട്. അതുകൊണ്ട് വെയിറ്റ് ആൻഡ് സീ. നമുക്ക് ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജന ചർച്ച തുടരുകയാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, അത് ഒന്നായിട്ട് എനിക്ക് വേറെ പ്രത്യേകം അടർത്തി പറയാൻ കഴിയില്ല. കേരളം ഒന്നിച്ചുള്ള കാര്യം ഞങ്ങൾ പറയും നിങ്ങളോട്. അല്പം വെയിറ്റ് ചെയ്താൽ മതി. എപ്പോഴാണ് ഇപ്പൊ നാളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെന്ന് വിചാരിക്കാം. നാളെ പറയും. അപ്പൊ അതുവരെ അത്രത്തോളം ഞങ്ങൾ റെഡിയാണ്. പക്ഷെ പറച്ചിൽ ഒന്നിച്ച് പറയാന്ന് മാത്രം. അല്ല, അങ്ങനെയൊന്നും ഇങ്ങനെ ഇത്രയൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതിനാ? ഞങ്ങൾ കഴിയുന്നതും ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേർന്നപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചിട്ട് നമ്മുടെ തീരുമാനം പറയാം എന്നാണ്. ആ അർത്ഥത്തിൽ മാത്രം അതിനെടുത്ത്. അതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടി നേരത്തെ അങ്ങ് പറഞ്ഞു പോയി അതൊരു മഹാപാതകമായി പോയി, അങ്ങനെയൊന്നും ഞങ്ങൾ കണക്കാക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൊത്തത്തിൽ കാര്യങ്ങൾ ഒന്നിച്ചു പറയാനാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഈ പ്രഖ്യാപനം വന്നു കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പറയും. അഭിപ്രായം പറയേണ്ടത് അദ്ദേഹം വിസ്മയം തീർത്ത് പോവുകയാണല്ലോ. അത് ജനങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അദ്ദേഹം അഭിപ്രായങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി പറയണം. അത് തന്നെയാണ് ഒരു പ്രധാന വിസ്മയം. അത് ഒരു രാഷ്ട്രീയ നേതാവും കേരളത്തിൽ സ്വീകരിക്കാത്ത നിലയിൽ അഭിപ്രായങ്ങൾ മാറി മാറി പറഞ്ഞ് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോവുക. അതാണോ അദ്ദേഹം ഉദ്ദേശിച്ച വിസ്മയം എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. എന്തെങ്കിലും ഒരു വിസ്മയം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കെല്ലാം, ഈ കേരളത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്ക് അനുഭവപ്പെടുമല്ലോ. അപ്പൊ അതിൽ നിങ്ങളെല്ലാം പരിശോധിക്കുക എന്താ വിസ്മയം എന്നുള്ളത്. നിങ്ങളെല്ലാം പരിശോധിക്കുക. ഞങ്ങൾക്ക് അതിലൊരു ഉത്കണ്ഠയൊന്നുമില്ല.